ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചായക്കട സ്പെഷ്യൽ പൊരിച്ച പത്തിരിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിലൊരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട്. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 4 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിപ്പൊടി എടുക്കുന്നുണ്ട്, റവയും ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പത്തിരിപ്പൊടി 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അളവിൽ മൈദയും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ പൊടിക്കും നമുക്ക് ഒരേ അളവായിരിക്കുമല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഞാൻ 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് നമ്മൾ ആ ഒരു മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടെ തന്നെ നമ്മൾ കുറച്ച് ഇതിലേക്ക് കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടോടുകൂടെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. 2 കൈയും വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതങ്ങ് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത്, അത്യാവശ്യം കട്ടി വേണമല്ലോ പൊരിച്ച പത്തിരിക്ക്, അപ്പോൾ അതിനനുസരിച്ച് പരത്തിയിട്ട് ഗ്ലാസ്സോ ബൗളോ എന്താ ആ ഒരു ഷേപ്പിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് എല്ലാം തന്നെ അങ്ങ് മുറിച്ചെടുക്കാം. ഞാനിവിടെ എനിക്ക് പൊട്ടും കുറ്റിയാണ് കേട്ടോ ഒരു ഇത് കിട്ടിയിട്ടുള്ള, കുറച്ചുകൂടെ വലിപ്പം വേണമായിരുന്നു, അപ്പോൾ കുറച്ച് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതേപോലെ അങ്ങ് വൃത്തിയിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് അടി നന്നായിട്ട് ഇങ്ങനെ കൂർത്ത ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് വൃത്തിയിൽ കിട്ടും കേട്ടോ. പിന്നെ ഇത് മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത്യാവശ്യം കട്ടി വേണം, അധികം കട്ടിയില്ലാതെ തിന്നാവാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ അങ്ങ് എല്ലാ മാവും അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, ലോ ആവരുത് ഹൈ ഫ്ലെയിമും ആവരുത്. നന്നായിട്ട് എണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് 2 വശം തിരിച്ചും മറിച്ച് വിട്ടിട്ട് പൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉള്ളിൽ വേകൂല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എപ്പോഴും നമുക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, കറിയില്ലാതെ നമുക്ക് നല്ല ചായയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി, കറി വേണമെന്നില്ല ഈ ഒരു റെസിപ്പിക്ക്. ഇനി കറി കൂട്ടിയിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് കേട്ടോ. നമ്മൾ കുഞ്ഞതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ, ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. എല്ലാവർക്കും താങ്ക് യു.